പരമ്പരാഗത ഓട്ടോ ടാക്സി മേഖലയെ ഓൺലൈൻ ടാക്സി സർവീസുകൾ വളരെ രൂക്ഷമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. കുറഞ്ഞ നിരക്കിൽ ഓടുന്നതാണ് മെച്ചം എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ ചില സംശയങ്ങളും ഇവർ ഉന്നയിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ ടാക്സി വാഹന തൊഴിലാളികൾ. 10,000-ലധികം പേർ ഈ രംഗത്തു നിന്നും ഉപജീവനം കണ്ടെത്തുന്നുമുണ്ട്. വെറും ഒരു വർഷം മുമ്പ് രംഗപ്രവേശം നടത്തിയ ഊബർ പോലുള്ള സംവിധാനങ്ങൾ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച തകരയാണെന്നാണ് ഇവരുടെ അഭിപ്രായം. സർക്കാർ അംഗീകരിച്ച കൃത്യമായ ഫെയർ സ്റ്റേജിന്റെ അടിസ്ഥാനത്തിലുള്ള യാത്രാ സംവിധാനത്തിൽ നിന്ന് ഒരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഇതിന്റെ പകുതി നിരക്കിൽ സേവന വാഗ്ദാനം നൽകുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇവർ തുറന്നു പറയുന്നു. കൂടാതെ നിശ്ചിത ദൂരപരിധിയില്ലാത്തതും വാഹനം ലഭ്യമല്ലാത്ത അവസരത്തിലെ അമിത കൂലി ഈടാക്കലും തുടങ്ങിയവ കൊണ്ട് യൂബർ പോലുള്ളവർ തങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കുകയാണെന്ന ആരോപണവും ഇവർ ഉന്നയിക്കുന്നു. ഇതിനുള്ളൊരു ദൂഷ്യഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊബർ എന്ന് പറയുന്ന സാധനത്തിൽ അപ്പം ബുക്ക് ചെയ്യാനുള്ള സംവിധാനമേ ഉള്ളൂ. ഇപ്പം നമുക്ക് രാത്രി ഒരു എയർപോർട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ 1 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പോ അത് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ രാത്രി എണീറ്റിട്ട് ബുക്ക് ചെയ്യുമ്പോൾ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഇല്ല. എന്തോരം ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഡ്രസ്സും മാറി ബാഗും പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് വിളിക്കണത്. ഒരാൾക്ക് കുളിക്കാൻ പോകുമ്പോൾ തന്നെ അറിയാം അവന് എയർപോർട്ടിൽ പോകണം എന്നുള്ള കാര്യം. അപ്പോൾ വണ്ടി ആ നേരം ഇത് ഡ്രസ്സും മാറി ബാഗും പിടിച്ച് താഴ്ത്ത് വന്നിട്ടാണ് വണ്ടി വിളിക്കണത്. ഞങ്ങൾ വിളിക്കും. ഞങ്ങൾക്ക് ഇപ്പോൾ എയർപോർട്ടിൽ പോകണമെങ്കിൽ ഒരു 1000 രൂപ വിടുന്നു. അവർ കൊടുക്കണത് 400 രൂപ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ സമയത്ത് പക്ഷേ വണ്ടി ഇടല്ല, അവർ അത് ഇതായിക്കൊണ്ടിരിക്കും. പിന്നെ അതുമല്ല ചില സമയത്ത് ഇവരുടെ റേറ്റ് അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിങ് രീതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇപ്പോൾ ഞങ്ങൾ പോയി തിരിച്ചു വന്നതിന് 900 അല്ലെങ്കിൽ 1000 രൂപ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇവരവിടെ കൊണ്ടുപോയി വിടുന്നതിന് തന്നെ 1000 രൂപ തന്നെ ബില്ലുകൾ വന്നിട്ടുണ്ട്. അതൊന്നും ആൾക്കാർ പുറത്ത് പറയാനുള്ള 400 രൂപയ്ക്ക് പോകണമെന്ന് മാത്രമേ ആൾക്കാർ പുറത്ത് പറയുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാടും മുഴുവനുള്ള വണ്ടികൾ മുഴുവൻ വന്ന് കൊച്ചിയിൽ ഇപ്പോൾ അടിഞ്ഞേക്കാണ്. എന്ന് വെച്ചാൽ ഇവർ പാക്കേജ് ഓടണവരുണ്ട്. ഇപ്പോൾ ശബരിമലയൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ വണ്ടികൾ ഇപ്പോൾ ഞങ്ങൾക്കൊന്നും ഓട്ടത്തിന് കുറവില്ല. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഓട്ടമുണ്ട്. പക്ഷേ ഇതൊക്കെ മാറി ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേറ്റം തുടങ്ങി ഇങ്ങേറ്റം വരെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് കിടന്ന് ആ സമയത്ത് മാത്രം റേറ്റ് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കണം, എന്നാലേ ഞങ്ങൾക്ക് ഇവിടെ ഓടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവർ വരുമ്പോൾ ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ നിർത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇവരുടെ ഈ ഊബർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കയ്യിലാവും ഇത് മൊത്തം. ഇതിനിടയിൽ സർക്കാർ നിശ്ചയിച്ച ചാർജിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്ക് മികച്ച സവാരി വാഗ്ദാനം നടത്തി ഇവിടെ ചുവടുറപ്പിച്ചവർ വലിയ പ്രതിസന്ധിയാണ് വരുത്തിവെച്ചിരിക്കുന്നതെന്ന് കേരള ട്രാവൽ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സോളി ജോർജ് പറയുന്നു. ഇതിന്റെ നിയമവശങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ടാക്സി സെഗ്മെന്റിൽ ലൈസൻസ് കൊടുക്കുമ്പോൾ 2 ടൈപ്പ് ലൈസൻസുകളാണ് ഇവിടെ കൊടുക്കുക. അതൊന്ന് ഓൾ ഇന്ത്യ പെർമിറ്റ്, പിന്നെ കേരള പെർമിറ്റ്. ഈ ഓൾ ഇന്ത്യ പെർമിറ്റ്, കേരള പെർമിറ്റ്, ഇങ്ങനെ ഈ 2 പെർമിറ്റുകൾ കൊടുക്കുന്ന അവസരത്തിൽ അതിന് ചില വ്യവസ്ഥകൾ നിഷ്കർഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യവസ്ഥ ഓൾ ഫിറ്റ് റോഡ്സ് ഇൻ കേരള, വണ്ടിക്ക് എല്ലാ ഫിറ്റ് റോഡ്സും കേരളത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. പക്ഷേ ഇവിടെ ഈ യൂബർ പോലെയുള്ള സംവിധാനം, പോൾ ടാക്സികൾ, യൂബർ എന്നുള്ള പേര് എടുത്തു പറയാനുള്ള സാഹചര്യം, യൂബർ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഇവിടെ തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെയും അടക്കം തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം യൂബറാണ്. അതുകൊണ്ടാണ് യൂബറിൻ്റെ പേര് പ്രത്യേകം പരാമർശിക്കുന്നത്. യൂബർ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഈ കൊച്ചി മേഖലയിൽ ഒരു പ്രത്യേക അതിർത്തി തീരുമാനിച്ചുകൊണ്ട് ആ ഏരിയയിൽ മാത്രം സർവീസ് നടത്തുന്ന ഒരു പ്രവണതയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക ഏരിയ തിരിച്ച് അവർക്ക് സർവീസ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് അവർ കൈവശം വയ്ക്കേണ്ടതാണ്. ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇവിടെ നിലവിൽ 3 തരത്തിലുള്ള ലൈസൻസുകളാണ് നിലവിലുള്ളത്. ഒന്ന് ഓൺലൈൻ ടാക്സി സർവീസ്, രണ്ടാമത് റേഡിയോ ടാക്സി സർവീസ്, മൂന്നാമത് അഗ്രിഗേറ്റഡ് ടാക്സി സർവീസ്. അഗ്രിഗേറ്റഡ് ടാക്സി സർവീസ് എന്ന് പറയുന്ന സംവിധാനം ഡൽഹി ബേസ് ചെയ്തിട്ട് കുറേ ഇഷ്യൂസ് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പുതുതായി രൂപീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ അഗ്രിഗേറ്റഡ് ടാക്സി സർവീസിലോ റേഡിയോ ടാക്സി സർവീസിലോ ഓൺലൈൻ ടാക്സി സർവീസിലോ വേണ്ടതായ ഒരു ലൈസൻസ് ഇവർ കൈക്കലാക്കിയിട്ടില്ല. ഞങ്ങൾ കൈക്കലാക്കിയിട്ടില്ല എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് ഞങ്ങളോട് പറയുകയുമുണ്ടായി, ഇതിനാവശ്യമായ ലൈസൻസ് കൊടുത്തിട്ടില്ല,
അപ്പോൾ അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ അവർ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ 7 രൂപ കിലോമീറ്റർ വെച്ചിട്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അത് വീണ്ടും അത് ഉയർത്തിയിട്ട് 9 രൂപയിലേക്ക് വന്നിട്ടുണ്ട്. അത് ചില സമയങ്ങളിൽ അത് 14 രൂപ 15 രൂപ വരെ ആകുന്നുണ്ട്. ഇപ്പോൾ കേരള സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 12 രൂപ കിലോമീറ്ററിനും 1500 cc മുകളിൽ വരുന്ന വാഹനങ്ങൾക്ക് 15 രൂപയാണ് ഈടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുകളിലേക്ക് 1500 cc കുറഞ്ഞ വാഹനങ്ങൾക്ക് അവർ ഈ 12 രൂപയിൽ കൂടിയ നിരക്കുകൾ ഈടാക്കുന്നുണ്ട്, വൺ സൈഡ് എന്ന് പറയുന്നെങ്കിൽ തന്നെ. ഈ 7 രൂപ വെച്ച് അവർ വാഹനത്തിന് ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ വാഹന ഉടമകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കയ്യിൽ നിന്ന് ബോണസായിട്ട് തുകകൾ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ഈ വാഹന ഉടമകളെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ താൽക്കാലികമാണ്. ആദ്യം 3 ട്രിപ്പിന് ബോണസ് കൊടുത്തുകൊണ്ടിരുന്നു. അതിപ്പോൾ നിലവിൽ വന്നിട്ട് 9 ട്രിപ്പുകൾ വരെ ആയിട്ടുണ്ട്. അത് എത്ര നാളത്തേക്ക് ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതിനകത്ത് നമുക്ക് വിശ്വാസ്യതയില്ല. അപ്പോൾ നിലവിൽ അത് ജനങ്ങളെയും ഈ വാഹന ഉടമകളെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ഒരുപോലെ വഞ്ചിക്കുക. കാരണം നാളെ ഇതുപോലെ ഈ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു റേറ്റിലോ ഇവർക്ക് തിരിച്ച് റിട്ടേൺ അപ്പോൾ തന്നെ ഇവർ പറയുന്ന അവകാശവാദം പോലെ എയർപോർട്ടിലോ വേറൊരു സ്ഥലത്തോ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടുന്ന് ട്രിപ്പ് കിട്ടണമെന്നില്ല. ആ ട്രിപ്പ് കിട്ടാത്തൊരു അവസരത്തിൽ ഈ ഒരു കസ്റ്റമർ ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്. ആ ഭാഗത്ത് ചെന്നിട്ട് ഈ കസ്റ്റമർ എടുക്കുമ്പോൾ വരുന്ന ആ 4 കിലോമീറ്റർ 3 കിലോമീറ്ററിൻ്റെ പൈസ ഈ വണ്ടിക്കാരന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്ന് ആ സാഹചര്യം അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബോണസ് എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പിലൂടെയാണ് ഇവർ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ദീർഘദൂര ടാക്സിക്കാരനേക്കാൾ സിറ്റി ലിമിറ്റിൽ ചെറിയ ദൂരപരിധിയിൽ സവാരി നടത്തി ജീവിക്കുന്ന തങ്ങളെയാണ് ഇവർ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും ആരോപിക്കുന്നു. വളരെ ദാരിദ്ര്യ മേഖലയിലുള്ള ഒട്ടനവധി ആൾക്കാർ ഈ ഓട്ടോ ടാക്സി പ്രസ്ഥാനമായിട്ട് കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാധാരണ നാടായ കൊച്ചു കേരളത്തിൽ വമ്പൻ കുത്തക മുതലാളിമാർ പണക്കൊഴുപ്പ് കൊണ്ട് അവരുടെ പണം ഈ രാജ്യത്തേക്ക് വെറുതെ ഒരു അളവുമില്ലാതെ കുത്തൊഴുക്കിക്കൊണ്ട് ഈ ടാക്സി പ്രസ്ഥാനത്തെയും ഈ സാധാരണക്കായ തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന യൂബറിനടക്കമുള്ള ഈ ഓൺലൈൻ ടാക്സി പ്രസ്ഥാനം ഈ ടാക്സി മേഖലയിൽ പണിയെടുക്കുന്ന ഒട്ടനവധി തൊഴിലാളികളുടെ കുടുംബത്തെ പട്ടിണിയാക്കുന്ന വളരെ നിഷ്ഠൂരമായി ഈ പ്രവൃത്തിയിൽ നിന്ന് അവർ പിന്മാറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മുടെ ജനം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഈ IT ഒരു മൊബൈലിലേക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എത്ര MB വേണം? ആ MB ചുമ്മാതെ കിട്ടില്ലല്ലോ. അത് IT മേഖലയിലേക്ക് പാവപ്പെട്ട ജനം മുടക്കല്ലേ? അതിനൊരു തുക ഒരു മാസം മുടക്കുന്നില്ലേ? അത് തന്നെയല്ലേ ഈ ഓട്ടോയിൽ പാവപ്പെട്ട തൊഴിലാളികളും മേടിക്കുന്നത്. ഞങ്ങളെ ബാധിക്കുന്നതിനോടൊപ്പം സാധാരണക്കാരൻ ഇപ്പോൾ ഈ യൂബർ ഉപയോഗിക്കുന്നവരിൽ തന്നെ ഈ ഓട്ടോ ടാക്സി ഉള്ളവർ തന്നെ യൂബർ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അപ്പോഴും ഈ മേഖല ഒന്നടങ്കമാണ് ഈ പ്രസ്ഥാനം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ തൊഴിലെടുക്കുന്ന ഇതൊരു വലിയ തൊഴിൽ മേഖലയായത്. ഓട്ടോ ടാക്സി എന്ന് പറയുന്നത് വലിയൊരു തൊഴിൽ മേഖലയാണ്. അതിനകത്തുള്ള തൊഴിലാളികളെ ഒന്നടങ്കം പട്ടിണിയിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ശരിക്കും ഈ യൂബർ എന്ന് പറഞ്ഞാൽ വന്നൊരു കുത്തക മുതലാളിയല്ലേ, കുത്തക സംരംഭമാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഒരു മേഖലയെ തച്ചുടച്ചുകൊണ്ടാണ് ഒരു പ്രവർത്തന മേഖല നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഈ തൊഴിലാളികളെല്ലാം എന്ത് മോഷണത്തിന് ഇറങ്ങും ഇനി? ഓൺലൈൻ ടാക്സികളെ നിയന്ത്രിക്കണമെന്നും തങ്ങൾക്കുള്ളതുപോലെയുള്ള നിയമ സംവിധാനത്തിൽ ഈ ടാക്സികളും പ്രവർത്തിച്ചാൽ മതിയെന്നുമാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലാത്തപക്ഷം പ്രക്ഷോഭ സമരങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ തുടക്കം കുറിക്കുമെന്നും ഇവർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ലൈസൻസ് എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യട്ടെ, അതിർത്തികൾ തീരുമാനിക്കട്ടെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചില മാനദണ്ഡങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അനുകരിച്ചിട്ട് ഇവിടെ നിലവിൽ വരും. ഈ മാനദണ്ഡങ്ങൾ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ലൈസൻസ് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് നിഷ്കർഷിക്കുന്ന പ്രകാരം അതിന് കളർ ചെയ്യണം, വണ്ടികൾ തിരിച്ചറിയാനുള്ള കളർ ചെയ്യണം, മുകളിൽ ടാക്സി എന്നുള്ള ബോർഡ് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള LED ഡിസ്പ്ലേ ഉണ്ടാവണം. അങ്ങനെ നിരവധി റൂൾസ് ഉണ്ട് അതിനകത്ത്. ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടിട്ട് ഇവരിവിടെ സർവീസ് നടത്തട്ടെ. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കമ്മീഷണർക്കും മറ്റു പോലീസ് അധികാരികൾക്കും ഇവിടുത്തെ RTOയ്ക്കും നിരവധി തവണ പരാതികൾ ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നൽകുകയുണ്ടായി. എന്നാൽ അവരുടെ ഭാഗത്തുനിന്നൊന്നും നമ്മൾക്ക് അനുകൂലമായ ഒരു സമീപനം, ഇവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നത്. ഈ നിയമലംഘനം ഇവർ ഈ പറഞ്ഞ പോലെ ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇവരിവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതകളെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും നമ്മളെ പ്രതികളാക്കിക്കൊണ്ട് ഈ വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി പോരാടുന്നവരെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള വകുപ്പുകാർ അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഓൺലൈൻ ടാക്സിക്കാരെ വഴിയിൽ തടഞ്ഞ് കയ്യേറ്റം നടത്തുന്ന സംഭവങ്ങൾ ഏറി വരുന്നുണ്ട്.
ഈ സാഹചര്യത്തിലാണ് അധികാരവർഗം ഉണർന്നു പ്രവർത്തിക്കേണ്ടത്. പുതിയൊരു തൊഴിലിന് സന്നദ്ധരായി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന വിഭാഗം ഒരു വശത്ത്, എന്നാൽ ഇതിൽ നിലനിൽക്കുന്ന വലിയൊരു ശതമാനത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാതെ മൂകരാകുന്ന അധികാരവർഗം മറ്റൊരു വശത്ത്. നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും ജനാധിപത്യ മര്യാദകൾക്കും ഇത് ഘടകവിരുദ്ധമാണ്. ഓൺലൈൻ ടാക്സികൾക്ക് കൊച്ചിയിൽ ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത വരുന്ന ആളുകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായേക്കും. തുടക്കമിട്ട ഈ മെട്രോ നഗരത്തിൽ തന്നെ എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ അംഗീകൃത ഓട്ടോ ടാക്സികൾക്കൊപ്പം ഓൺലൈൻ ടാക്സി സർവീസുകൾക്കും ന്യായമായ നിലനിൽപ്പിനുള്ള അവകാശമുണ്ടാക്കാൻ ഗതാഗത തൊഴിൽ വകുപ്പുകൾ അടിയന്തര ശ്രദ്ധ ചെലുത്തണം. വ്യക്തമായ നിയമ സംവിധാനത്തിലൂന്നിയ പ്രവർത്തന ശൈലി അതുതന്നെയാണ് എല്ലാ തൊഴിൽ മേഖലയുടെയും നിലനിൽപ്പിന് ആധാരം. ആദ്യം പ്രവർത്തനാനുമതി നൽകിയിട്ട് പിന്നീട് പ്രതിഷേധം ശക്തമാകുമ്പോൾ ഇടപെടൽ നടത്തുന്നത് യുക്തമല്ല. പരമ്പരാഗത ഓൺലൈൻ ടാക്സി സർവീസുകൾ നിലനിർത്തേണ്ടത് സർക്കാരിന് കടുത്ത ബാധ്യത തന്നെയാണ്. അതോടൊപ്പം പുതിയ ഓൺലൈൻ ടാക്സി സർവീസുകളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനും വേണ്ട ചട്ടക്കൂടുകൾ ഒരുക്കാനും സർക്കാർ ശ്രമിക്കണം. ഓൺലൈൻ ടാക്സി രംഗത്തിന്റെ കടന്നുവരവും വെല്ലുവിളികളും എന്ന വിഷയം ജനപക്ഷത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നും SCV ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ VH ബാബുവിനൊപ്പം അഞ്ജു.